പരിപ്പും തക്കാളിയും ദാ ഇതുപോലൊന്ന് വച്ച് നോക്കിക്കേ കുക്കറിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ പരിപ്പ് കറി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആളുകളൊക്കെയാണെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. പരിപ്പ് കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പം പരിപ്പും തക്കാളി വച്ചിട്ട് ടേസ്റ്റ് ഇല്ലാത്ത ആളുകളൊക്കെ എന്താ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെടും കേട്ടോ ഇതുപോലത്തെ പരിപ്പ് കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ട് അപ്പം ഇതുപോലെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഇഷ്ടം പപ്പടം പൊരിച്ചതോ മീൻ പൊരിച്ചതിൻ്റെ ഒക്കെ കൂടുതൽ കൂട്ടാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ സാധാ തൂരപ്പരിപ്പുണ്ടല്ലോ അതാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരിപ്പിൻ്റെ എന്താ പറയണത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് സാധാ നമ്മൾ പരിപ്പ് കറി വെക്കുന്ന പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഈ ഒരു പരിപ്പ് എടുത്തിട്ട് കഴുകി വാരിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുക്കറിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ഒരു പഴുത്ത തക്കാളി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഒരു തക്കാളിയുടെ ഫ്ലേവറും കൂടെ വന്നു കഴിയുമ്പം പരിപ്പ് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതേപോലെ ചെറുതായിട്ടൊന്ന് കുനുവിന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാള വഴറ്റിയിടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ സവാള ഇതിലേക്ക് തന്നെ ഇട്ട് വെച്ച് നോക്കിക്കേ, കറി നല്ലതായിരിക്കും. ഒരു ഹാഫ് സവാള ചെറിയ രീതിയിലൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണേ. ഈ ഒരു പച്ചമുളക് ഇപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് സവാളയുടെ ഒരു പരിപ്പിൻ്റെയൊക്കെ ഒരു നമുക്ക് പരിപ്പിലേക്ക് ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു പച്ചമുളക് മാത്രം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് അങ്ങനെ വേവാതെ പയറ് പോലെ കിടക്കും. അപ്പം ഉപ്പ് നമുക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലാണോ പരിപ്പ് വേവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിസിലടിച്ച് വേവിക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5-6 വിസിലടിച്ചിട്ട് ഞാൻ സിമ്മിലിട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഓഫ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ കുക്കർ തുറന്നിട്ട് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഉടച്ച് കൊടുക്കണം കേട്ടോ. നല്ലൊരു പച്ചമുളകിൻ്റെയും ആ സവാളയുടെയൊക്കെ ഒരു ഫ്ലേവർ നമ്മുടെ ഒരു പരിപ്പിലേക്ക് പിടിച്ചിട്ടുണ്ടാകും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ചട്ടിയിലേക്ക് ഫസ്റ്റിൽ തന്നെ എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം പരിപ്പ് ഒഴിക്കുമ്പോൾ ഗ്യാസ് കയറുന്ന ആളുകൾ എണ്ണയിലേക്ക് തന്നെ പച്ചമുളകിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഗ്യാസ് കയറത്തില്ല. വെളുത്തുള്ളി വേണമെങ്കിൽ 2-3 ഒക്കെ കൂടുതൽ ചേർത്ത് കേട്ടോ. അപ്പം നല്ലതായിരിക്കും. ഗ്യാസ് ട്രബിൾ അസിഡിറ്റിക്ക് ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. ഇനി ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് വയന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നതിന് മുൻപ് ഒരുപാട് കരിക്കണ്ട കേട്ടോ. ഇതുപോലെ വന്നു കഴിയുമ്പം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന പരിപ്പുണ്ടല്ലോ അത് ഇതുപോലെ ഇതിനകത്ത് കൊട്ടുക കേട്ടോ. നമ്മൾ തക്കാളിയും ആ പരിപ്പൊക്കെ കൂടി നല്ല രീതിയിൽ തന്നെ വെന്തം ഇതുപോലെ ഉടച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ പരിപ്പ് കറിക്ക് പരിപ്പ് ഇങ്ങനെ പയറ് പോലെ കിടക്കുന്നതല്ലേ നല്ലത്. ഇതുപോലെ നല്ല ഉടച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. വേറെ തേങ്ങ അരക്കണേൻ്റെ അത് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല കേട്ടോ. ടേസ്റ്റ് കിട്ടും. ചെറിയ രീതിയിൽ തിള വന്നു കഴിഞ്ഞപ്പം ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ പിടിക്കാനായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തോ. ഇതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില വെറുതെ ഇട്ട് കൊടുക്കാം. വെറുതെ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തൂളിയിട്ട് കൊടുത്തിട്ട് അതുപോലെ കോരിയെടുത്ത് വയ്ക്കുക. കറി നല്ല മണമായിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം തക്കാളിയും പരിപ്പും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പരിപ്പ് കറി വച്ചിട്ട് ഇനി ടേസ്റ്റ് ഇല്ലെന്ന് ആരും പറയത്തില്ല. ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ എല്ലാം മറന്നൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് അതിലൊക്കെ കാണുന്നെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ബൈ.